ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് 3 ജില്ലകളാണ്. അതായത് എറണാകുളം, തൃശൂർ, പാലക്കാട്. ഈ 3 ജില്ലകളിൽ കഴിഞ്ഞ 2021-24 വർഷത്തെ ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഈ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഡിസ്ട്രിക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ സ്റ്റേറ്റ് 28 സ്റ്റേറ്റുകളും അതേപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പുരസ്കാരങ്ങളും അതേപോലെ തന്നെ ബാക്കി നിയമനങ്ങൾ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും പഠിച്ച് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന്. ഇതിനുശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് ചെല്ലുക. ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പോൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പോളിലൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു പോർഷൻ പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം സീരിയസ്നെസ് ആയിട്ട് എന്തിനെ കാണാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന മക്കളെ എറണാകുളം ജില്ലേനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എറണാകുളം ജില്ല നമ്മൾ പഠിക്കുമ്പോൾ ബേസ് ആയിട്ടുള്ള ജസ്റ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞിട്ട് പോകാം. എറണാകുളം ജില്ല രൂപീകൃതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകൃതമായത്. ഒരിക്കൽ PSC ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: വിഡ്ഢി ദിനത്തിൽ രൂപീകൃതമായ ജില്ല താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? എറണാകുളം ജില്ലയാണ്. രൂപീകൃതമായത് 1958 ഏപ്രിൽ 1. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് എറണാകുളം. പ്രാചീന കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ഋഷിനാഗകുളം. ഓക്കെ, അപ്പോൾ ഋഷിനാഗകുളം എന്ന പേരിൽ അറിയപ്പെട്ട ജില്ലയായിരുന്നു ഏതെന്ന് പറയുന്നത്? എറണാകുളം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? നമ്മുടെ എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? എറണാകുളം ജില്ലയിലാണ്. ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1. അറിയപ്പെട്ടിരുന്ന പേരാണ് ഋഷിനാഗകുളം എന്ന പേരിലാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ക്രിസ്തുമത ജൂതമത വിശ്വാസികൾ ഉള്ളത്. ശിശു സൗഹാർദ്ദ ജില്ല എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയാണ്. ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച ജില്ല ഏതാ ചോദിച്ച മക്കളെ അതും ഏത് തന്നെയാണ്? എറണാകുളം ജില്ലയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് ഒത്തിരി തവണ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഹൈഡ്രജൻ ബോട്ടിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ടാണ് എനർജി ഒബ്സർവർ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഒബ്സർവർ എന്ന പേരിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് അറിയപ്പെട്ടത്. ഏത് പേരാണ് മക്കളെ? എനർജി ഒബ്സർവർ. അപ്പോൾ എനർജി ഒബ്സർവർ എന്ന പേരിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് അറിയപ്പെട്ടത്. ഫ്രഞ്ച് നിർമ്മിതമാണ് കേട്ടോ ഈ ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് നിർമ്മിതമാണ് ഈ ബോട്ട് എന്ന് പറയുന്നത്. ചെലവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 17 കോടി രൂപയിലാണ് ഈ ഒരു ബോട്ട് നിർമ്മിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 17 കോടി രൂപയിലാണ് ഈ പറയുന്ന ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത്. നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും പോയേക്കുന്നതൊക്കെ ആയിരിക്കാം. ഏകദേശം അതിനോട് വളരെയധികം സാദൃശ്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ബോട്ട് ഇരിക്കുന്നത്. അതായത് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന നമ്മുടെ ഹൈഡ്രജൻ ബോട്ട്, അതായത് എനർജി ഒബ്സർവർ എന്ന് പറയുന്ന ബോട്ട് ഏകദേശം നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ഇരിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു അതേപോലെ സാദൃശ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഈ ഒരു എനർജി ഒബ്സർവർ എന്ന് പറയുന്നത്. അതിൻ്റെ നിർമ്മാണ ചിലവ് എത്രയാണെന്ന് ചോദിച്ചാൽ 17 കോടി രൂപയാണ്. ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് എങ്ങോട്ടേക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
വാരാണസിയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ടായിട്ടുള്ള ഏത് എനർജി ഒബ്സർവർ എന്ന് പറയുന്ന ബോട്ട് നിർമ്മിച്ചത് എങ്ങോട്ടേക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരാണസിയിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബോട്ടിന്റെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 പേർക്കാണ് ഈ ഒരു ബോട്ടിൽ ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ 50 പേർക്കാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ 50 പേർക്ക് ഈ സീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇരിക്കാനായിട്ട് പറ്റും. അപ്പൊ 50 പേരാണ് അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ സിലിണ്ടറുകൾ ഏകദേശം 5ഓളം ഹൈഡ്രജൻ സിലിണ്ടറുകളിലാണ് ഇതിന്റെ ഇന്ധനം നിറച്ചിരിക്കുന്നത്. അതായത് 5 ഹൈഡ്രജൻ സിലിണ്ടറുകളാണ് ഇതിൽ നിലവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് റീഫില്ല് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഹൈഡ്രജൻ സിലിണ്ടറുകളാണ്. അതായത് ഒറ്റ ചാർജ്, അതായത് നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന ഹൈഡ്രജൻ സിലിണ്ടറുകൾ കയറ്റി കഴിഞ്ഞാൽ അത് 8 മണിക്കൂറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോട്ട് ഓടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8 മണിക്കൂറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ നമ്മുടെ ഫ്യൂവല് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ റണ്ണ് എന്ന് പറയുന്നത് 8 മണിക്കൂറത്തേക്കാണ്. ഓക്കെ, ഹൈഡ്രജൻ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഹൈഡ്രജൻ ഇൻപുട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഇടുന്നു. അതിന്റെ എമിഷൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് H2 ആണ്. അതായത് വാട്ടർ ആണ്, പ്യുവർ വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ അകത്ത് അതായത് തിരിച്ച് വിസർജനമായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്യുവർ വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് എന്തില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത സീറോ നോയിസും സീറോ എമിഷനുമായിട്ടുള്ള ഒരു ബോട്ടാണ് രാജ്യത്തെ ആദ്യത്തെ ബോട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ എനർജി ഒബ്സർവർ എന്നറിയപ്പെടുന്ന ബോട്ട്. ഓക്കെ, അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് അത് നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ, കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇത് നിർമ്മിച്ചത്. ഇനി എന്താണ് നമ്മുടെ ആ ബോട്ടിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എനർജി ഒബ്സർവർ എന്ന് പറയുന്ന ബോട്ടാണ് നിർമ്മിച്ചത്. ഇത് എങ്ങോട്ടേക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ, വാരണാസിയിലേക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ആണുള്ളത്. അതേപോലെ എത്ര സിലിണ്ടറുകളാണ് ഇതിൻ്റെ അകത്ത് വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 5 ഹൈഡ്രജൻ സിലിണ്ടറുകളാണ് വച്ചിരിക്കുന്നത്. ആ 5 ഹൈഡ്രജൻ സിലിണ്ടർ കൊണ്ട് എത്ര ദൂരമാണ് അല്ലെങ്കിൽ എത്ര അവേഴ്സ് ആണ് ഇതിന്റെ നിലവിലത്തെ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മണിക്കൂർ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം, സഞ്ചരിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രജനും ഔട്ട്പുട്ട് വരുന്നത് ഇലക്ട്രിസിറ്റിയും. എമിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്യുവർ വാട്ടർ, അതായത് H2 ആണ് അതിൻ്റെ അകത്ത് നമുക്ക് വിസർജനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് എന്തില്ല, യാതൊരുവിധ കോട്ടവും സംഭവിക്കാത്ത ലെവലിലുള്ള ഒരു ബോട്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, എനർജി ഒബ്സർവർ എന്നറിയപ്പെടുന്ന ബോട്ട്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വരുന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? കൊച്ചിയാണ്. അപ്പോൾ ഡ്രൈ ഡോക്ക്, ഡോക്യാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കപ്പൽ പണിയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും എന്ത് തന്നെയായിരിക്കും, കൊച്ചി തന്നെയായിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ കൂറ്റൻ കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കായി നിർമ്മിക്കുന്നതാണ് ഈ പറയുന്ന ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അതായത് 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ആയിരക്കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി പുതിയതായി ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള വിക്രാന്ത് നാവികസേനയ്ക്ക് എന്ത് ചെയ്യാണ്, കൈമാറിയ ശേഷം ഏറ്റവും വലിയ മറ്റൊരു വഴിത്തിരിവാണ് ഈ പറയുന്ന ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഏറ്റവും പുതിയ കാൽവയ്പായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. കാരണം 15 ഏക്കറാണ് ഇതിന്റെ സ്ഥലം അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 15 ഏക്കർ സ്ഥലത്ത് 1800 കോടി രൂപയ്ക്കാണ് ഈ പറയുന്ന ഡോക്യാർഡ്, അതായത് ഡ്രൈ ഡോക്യാർഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് ഏകദേശം 2024 അവസാനത്തോടു കൂടി പണികൾ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ 150ഓളം കപ്പലുകൾ ഒറ്റത്തവണ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് നിർമ്മിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ നടത്താനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ഈ കപ്പലുകൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 150ഓളം കപ്പലുകൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിന് ഏകദേശം 15 ഏക്കറോളാണ് ഇതിന്റെ സ്ഥലം വരുന്നത്, 15 ഏക്കർ. അതേപോലെ തന്നെ 1800 കോടി രൂപയ്ക്കാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നിലവില്
കപ്പലുകൾ വരുന്നു, അതേപോലെ തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു, പോകുന്നു. അപ്പൊ ഏകദേശം എന്താണ് 10-20ഓളം വിമാനവാഹിനി കപ്പലുകൾ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു വലിയ എന്താണ് ഡ്രൈ ഡോക്യാർഡ് തന്നെയാണ് കൊച്ചിയിൽ ഇത് വരാനായിട്ട് പോകുന്നത്. ഇത് വന്നു കഴിയുമ്പോൾ ഏകദേശം 3000ഓളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൂടി ലഭിക്കുമെന്നാണ് നിലവിൽ പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കാരണം അത്രത്തോളം വലിയൊരു പദ്ധതി തന്നെയാണ് ഈ പറയുന്ന ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. എന്തിനു വേണ്ടിയിട്ടാ? വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ കൂറ്റൻ കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ഈ ഡ്രൈ ഡോക്ക് യാർഡ് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് 2 വർഷം കൊണ്ട്, ഏകദേശം 2 വർഷം കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പൂർത്തിയാക്കാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് 15 ഏക്കറാണ് ഇതിന്റെ മൊത്തം സ്പേസ്, അതായത് സ്ഥലം വരുന്നത്. അതേപോലെ തന്നെ 1800 കോടി രൂപയ്ക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ പദ്ധതി നടപ്പാക്കുന്നത്. 2024 അവസാനത്തോടു കൂടി ഈ പദ്ധതി ശുഭപ്രതീക്ഷയിൽ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഏകദേശം 3000ഓളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന വൻ ഒരു പദ്ധതി തന്നെയാണ് ഡ്രൈ ഡോക്യാർഡ് എന്ന് പറയുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, കൊച്ചിയിലാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എറണാകുളം ജനറൽ ആശുപത്രി ഇന്ന് വളരെയധികം എന്താണ് ഒത്തിരി വാർത്തയിൽ ഇടം പിടിച്ച ഒരു സാധനമാണ് എറണാകുളം ജനറൽ ആശുപത്രി. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രി എന്ന അപൂർവ നേട്ടം കൈവരിച്ച ആശുപത്രി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രി അപൂർവ നേട്ടം കൈവരിച്ചു. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചാൽ അതും എറണാകുളം ജനറൽ ആശുപത്രിയാണ്. കേരളത്തിലെ ആദ്യ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെ തന്നെയാ, എറണാകുളം ജനറൽ ആശുപത്രി തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതും എവിടെ തന്നെയാ, നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയാണ്. 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ തന്നെ എന്ത് ചെയ്തു, വാൽവ് മാറ്റിവെച്ചു. രണ്ടാമത് എന്താണ്, ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ സർക്കാർ ആശുപത്രി ചോദിച്ചാൽ അതും എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയാണ്. കേരളത്തിലെ ആദ്യം മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതും എവിടെ തന്നെയാ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ തന്നെയാണ്. അടുത്തതാണ് ഓപ്പറേഷൻ വാഹിനി. കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ അത്രത്തോളം ഇടം പിടിച്ചതാണ് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ വാഹിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. അതായത് പല ജലാശയങ്ങളിലും എന്താണ് വളരെയധികം അഴുക്കും അതേപോലെ തന്നെ എന്താണ് മണലുകളും പായലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിനിന്ന് അതിലൂടെ എന്തില്ല, ഈ പറയുന്ന ജലം സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കില്ല. ജല ഒഴുക്ക് എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുകയാണ്. അതുമൂലം പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാകുന്നു. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഓപ്പറേഷൻ വാഹിനി മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വലിയ ഹിറ്റാച്ചികളും അതേപോലെ തന്നെ JCBകളും ഓരോ കോർപ്പറേഷനും ഏതാണോ നഗരസഭ ആ നഗരസഭ, ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് എറണാകുളമാണ്. എറണാകുളം കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന കനാലുകൾ നമ്മുടെ ഈ പറയുന്ന ഹിറ്റാച്ചിയോ അല്ലെങ്കിൽ JCBയോ കൊണ്ട് അതിന്റെ ആഴം കൂട്ടി അതിലൂടെ ഉണ്ടായിരുന്ന അഴുക്കുകളും അതേപോലെ മണലുകളും കോരിയെടുത്തതിന് ശേഷം എന്താണ് ജലപ്രവാഹം സുഗമമാക്കുക. അതുവഴി തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള വെള്ളപ്പൊക്കങ്ങൾ നിയന്ത്രിക്കുക. അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ എഫക്ട് ചെയ്തത് ഇടപ്പള്ളി കളമശ്ശേരി ഫ്ലഡ്. ഇതായിരുന്നു ശരിക്കും പറഞ്ഞ ഓപ്പറേഷൻ വാഹിനി ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇടപ്പള്ളി കളമശ്ശേരിയിലെ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ അതായത് പെട്ടെന്ന് തന്നെ അവിടെ വെള്ളപ്പൊക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ വാഹിനിക്ക് ആദ്യം തന്നെ തുടക്കം കുറിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടപ്പള്ളി കനാലാണ്. അവിടെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന അഴുക്കുകളും അതേപോലെ തന്നെ മണലുകളൊക്കെ കൂടി കെട്ടിക്കിടന്നതിന് ശേഷം ജലം പോകാതെ മുകളിലേക്ക് പൊങ്ങുകയും അതേപോലെ കളമശ്ശേരി ഇടപ്പള്ളി ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങുന്നത് വന്നു. അത് തടയുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തിയത്. 56 ഇതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് നഗരസഭ 56 പ്ലേസ് ആണ്. ഈ 56 പ്ലേസിൽ തെരഞ്ഞെടുത്തതിന് ശേഷം അത് 20 ദിവസം കൊണ്ടാണ് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്ന ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ വാഹിനി എന്താണെന്ന് ചോദിച്ചാൽ, വാഹിനി എന്താണ്, ജലം ഇങ്ങനെ ഒഴുകുന്നു അത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഹിക്കുക വാഹിനി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഓപ്പറേഷൻ വാഹിനി. അതായത് ചെറിയ ചെറിയ കനാലുകൾ
അതേപോലെ തന്നെ എന്താണ് ചെറിയ തോടുകൾ ഇവിടെയൊക്കെയുള്ള വെള്ളം കെട്ടിക്കിടന്ന് എന്താണ് വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച എന്താണ് ഒരു ശുചീകരണ പദ്ധതി അല്ലെങ്കിൽ ഒരു മിഷനാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്നത്. അത് ആദ്യം ചെയ്തത് ഇടപ്പള്ളി കനാലായിരുന്നു ആദ്യത്തെ ഈ ഒരു പദ്ധതി മുഖേന നടപ്പാക്കിയത്. 56 പ്ലേസ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്തത്. അതേപോലെ തന്നെ എന്താണ് ഈ മിഷൻ എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 20 ദിവസത്തെ പദ്ധതി ആയിരുന്നു ഇതെന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ. ഓക്കെ, സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ ലോകത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ നിർമ്മിച്ചു എന്ന ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലയാണ് എന്തെന്ന് പറയുന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എറണാകുളം കൊച്ചി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ്. കാരണം എന്താണ് അറബിക്കടലിന്റെ റാണി യുടെ തലയിൽ ഇരിക്കുന്ന കിരീടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, ഈ പറയുന്ന നമ്മുടെ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയെ പറയാം. കാരണം അത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള കൊച്ചി കപ്പൽ നിർമ്മാണശാല എന്ന് പറയുന്നത്. നോർവേയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അസ്കോ മാരി ടൈമിലാണ് കപ്പലുകൾ കൈമാറുന്നത്. അപ്പോൾ സ്വയം നിയന്ത്രിത ആദ്യത്തെ കപ്പല് എന്ന് പറയുന്നത്, അതായത് നോർവേയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അസ്കോ മാരി ടൈമിനാണ് കപ്പലുകൾ കൈമാറുന്നത്. മാരിസ് ആൻഡ് തെരേസ എന്നിങ്ങനെയാണ് ഈ കപ്പലുകൾക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മാരിസ് ആൻഡ് തെരേസ എന്ന് പറയുന്നതാണ്. കപ്പൽ കയറ്റുമതി ചെയ്യുന്ന ഡച്ച് കമ്പനിയായ സർവന്റിന്റെ കൂറ്റൻ കപ്പലാണ് ശരിക്കും പറഞ്ഞ കപ്പലിലാണ് മാരിസ് ആൻഡ് തെരേസ എന്നിവ കൊണ്ടുപോയത്. അപ്പോൾ സർവന്റിന്റെ കൂറ്റൻ കപ്പലുകളായിട്ടുള്ള മാരിസ് തെരേസയിലാണ് ഈ പറയുന്ന കപ്പലുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. രാജ്യത്തെ ഏറ്റവും വലിയ മണ്ണുമാന്തി കപ്പൽ നിർമ്മിക്കുകയാണ്, അതായത് ഡ്രഡ്ജിങ് കപ്പല് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ മണ്ണുമാന്തി നമുക്കറിയാം. ഇപ്പോൾ എന്താണ് കൊച്ചിൻ വൈപ്പിൻ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മളൊരു ബോട്ട് യാത്രയൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാണാനായിട്ട് പറ്റി ഈ ഡ്രഡ്ജിങ്ങിനൊക്കെ പോകുന്ന കപ്പലുകൾ. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കടലിന്റെ ആഴം കൂട്ടി അതിന്റെ കപ്പൽ പാത, അതായത് ഈ കപ്പലുകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള ഒരു പാത ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡ്രഡ്ജിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട കപ്പൽ നിർമ്മാണശാല ഏതാ ചോദിച്ചാൽ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയാണ്. കോണ്ടേ നാസ്റ്റ് ട്രാവൽ മാഗസിന്റെ 2024 ഏഷ്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. ഓക്കെ, അപ്പോൾ കോണ്ടേ നാസ്റ്റ് ട്രാവൽ മാഗസിന്റെ 2024 കോണ്ടേ നാസ്റ്റ് മാഗസിൻ ട്രാവൽ മാഗസിന്റെ 2024 ഏഷ്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സ്ഥലമാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത്. കേരളം ആദ്യമായി വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത് കൊച്ചി എറണാകുളം. ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെ തന്നെയാ, കൊച്ചിയാണ്. 2023 രാജീവ് ഗാന്ധി ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് എറണാകുളം. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 രാജീവ് ഗാന്ധി ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് എറണാകുളം. 2023 വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിക്ക് വേദിയായ നഗരം, വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചിയാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ്, ഇതിന്റെ പ്രമേയമാണ് മുന്നിൽ നിന്ന് നയിക്കുക. മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ് 2023 വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത്. മുന്നിൽ നിന്ന് നയിക്കുക, മുന്നിൽ നിന്ന് നയിക്കുക. കേരളത്തിലെ ആദ്യ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ ആരംഭിച്ചത് അമൃത ഹോസ്പിറ്റൽ കൊച്ചിയാണ്. അതേപോലെ കേരളത്തിലെ ആദ്യ പാചകവാത ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ പാചകവാത ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പ്. 2023 അഗ്രികൾച്ചർ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അഗ്രികൾച്ചർ കോൺഗ്രസിന് വേദിയായത്. അപ്പോൾ അഗ്രികൾച്ചർ സയൻസ് കോൺഗ്രസ് വേദിയായ നഗരം കൊച്ചി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് സീഡ് ഫാം ആലുവയിലാണ്. 2023 ഒക്ടോബർ ഫ്രണ്ട്സ് ഓഫ് ടിബറ്റ് എന്ന മ്യൂസിയം നിലവിൽ വരുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. 2023 ഒക്ടോബർ ഫ്രണ്ട്സ് ഓഫ് ടിബറ്റ് എന്ന മ്യൂസിയം. ഇനി 2023 ജൂണിൽ വെസ്റ്റ് നൈൽ വൈറസ് മൂലം
മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. കേരള വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 2023 ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്ന ജില്ല, ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. നമ്മൾ ഒരു പ്രാവശ്യം എറണാകുളത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളായിരിക്കില്ല അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് പോകുമ്പോൾ കാണുന്നത്. കാരണം എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു, അത് അങ്ങനെ തന്നെ അവസാനിക്കുന്നു, തുടങ്ങുന്നു, അവസാനിക്കുന്നു. അതേപോലെ നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു പബ്ലിക് സെക്ടേഴ്സ് അല്ലാതെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന വഴി തെറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പോകുമ്പോൾ കാണുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, പിന്നെ ചിലപ്പോൾ 2 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ അതികൂടെ പോകുമ്പോൾ അത് കാണാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ എന്താണ് സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു ജില്ല തന്നെയാണ് ഏതെന്ന് പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത്. സന്യാസിയും അതേപോലെ ദാർശനികനുമായ ഏതു വ്യക്തിയുടെ ജന്മസ്ഥലമാണ് ദേശീയ സ്മാരകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? ശങ്കരാചാര്യർ കാലടി. കാലടി സ്തൂപമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശങ്കരാ സ്തൂപം. അപ്പോൾ സന്യാസിയും ദാർശനികനുമായ ഏതു വ്യക്തിയുടെ ജന്മസ്ഥലമാണ് ദേശീയ സ്മാരകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ശങ്കരാചാര്യരുടെ കാലടിയാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ആദ്യ നഗര സാമൂഹിക ആരോഗ്യ കേന്ദ്രം നിലവിൽ വരുന്നത് തേവരയാണ്. സംസ്ഥാനത്തെ ആദ്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് ESI ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ESI ഹോസ്പിറ്റൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ESIയുടെ. അത് വരുന്നത് പെരുമ്പാവൂരാണ്, എറണാകുളത്ത്. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫൈൻ ഇന്നവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം. ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് കൊച്ചി, ഇടപ്പള്ളി, അരൂരാണ്. ഏത് പറയുന്നത് രാജ്യത്തെ തന്നെ ആദ്യത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലാബോറട്ടറി സ്ഥാപിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിന് വേദിയാകുന്ന നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിന്. സംസ്ഥാനത്തെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തേവരയാണ്. ഓർത്തു വച്ചോ, സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ തേവര. കേരളത്തിലെ ആദ്യ ഫ്രീ ട്രേഡ് വെയർ ഹൗസിംഗ് സോൺ നിലവിൽ വരുന്നത് വല്ലാർപാടം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലിലാണ്. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. കേരളത്തിൽ സ്വകാര്യ ജെറ്റുകൾക്കായി ടെർമിനൽ നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ സ്വകാര്യ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെർമിനൽ ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റെഡോൺ ഭൗമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കുസാറ്റിലാണ്. നമുക്കറിയാം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പോൾ അവിടെയാണ് ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെഡോൺ ഭൗമ കേന്ദ്രം സ്ഥാപിക്കുന്നത് കുസാറ്റാണ്. ഭൂചലനം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന റെഡോൺ വാതകത്തിന്റെ തോത് കണ്ടെത്തിയതാണ് ഭൂകമ്പ സാധ്യത മുൻകൂട്ടി അറിയുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, അതായത് കുസാറ്റാണ് ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെഡോൺ ഭൗമ കേന്ദ്രം. അതായത് ഭൂചലനം ഉണ്ടായി കഴിയുമ്പോൾ പുറത്തു വരുന്ന റെഡോൺ വാതകത്തിന്റെ തോത് കണ്ടെത്തിയാണ് ഭൂകമ്പ സാധ്യത എന്ത് ചെയ്യുന്നത് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അറിയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചിയിലുള്ള കുസാറ്റാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു ഇത്രയും പോയിന്റ്സ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രാജ്യത്തെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതേപോലെ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ്. ഓപ്പറേഷൻ വാഹിനി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ നിർമ്മിച്ചു. നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അത് 2 കപ്പലുകൾ മാരിസും തെരേസയും. അതേപോലെ തന്നെ എന്താണ് കോണ്ടേ നാസ്റ്റ് ട്രാവൽ ടൂറിസം മാഗസീൻ്റെ ഏഷ്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ എന്താണ് 1ാം സ്ഥാനമാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ശങ്കരാചാര്യരുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സ്മാരകമാക്കാനായിട്ട് കാലടി. അതേപോലെ എന്താണ് ESI ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് എറണാകുളത്തെ നമ്മുടെ പെരുമ്പാവൂരാണ്. സംസ്ഥാനത്തെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് അതെവിടെയാണ്? എറണാകുളം
തേവരയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡോൺ വാതകത്തിന്റെ അളവ് കൊണ്ട് നമ്മൾ ഭൂകമ്പ സാധ്യത മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള റെഡോൺ ഭൗമ കേന്ദ്രം വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കുസാറ്റ് ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും കാര്യങ്ങളാണ് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത് തൃശ്ശൂർ ജില്ലയെ കുറിച്ചാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു, കാരണം വീഡിയോന്റെ ലെങ്ത് ഇനിയും ഒരുപാട് കൂടും, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാത്ത. പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് അടിച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ഓരോന്നും വായിച്ചു പോകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും ഇനി ഇതൊന്നും റിപ്പീറ്റ് ചെയ്ത് കാണാനും നിൽക്കത്തില്ല. അതേപോലെ എന്താണ് ഇതൊന്നും എഴുതി വയ്ക്കാനും എന്താ ചെയ്യില്ല, ശ്രമിക്കത്തൂല്ല. അപ്പൊ അതിലും ഭേദം എന്താണ്, ഇതൊക്കെ ഒറ്റ തവണ തന്നെ വായിച്ചങ്ങ് സെറ്റാക്കി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ജോലി. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് തൃശ്ശൂരിലേക്ക് പോവാം. തൃശ്ശൂർ ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1 തൃശ്ശൂർ ജില്ല രൂപീകൃതമായത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ. പൂരങ്ങളുടെ നാട്, നമുക്ക് തെറ്റത്തില്ല. അതേപോലെ ഉത്സവങ്ങളുടെ നാട്, പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരമാണ്. ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് തൃശ്ശൂര്. ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ല. കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളിലെ ഒന്നാമത്തെ ജില്ല എന്ന് പറയുന്നത് അത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ കോൾനിലങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ജില്ലയാണ് ഏതെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം, ഉത്സവങ്ങളുടെ നാട്, പൂരങ്ങളുടെ നാട്, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല, ഇതെല്ലാം ഏത് ജില്ല തന്നെയാണ്? തൃശ്ശൂർ ജില്ലയാണ്. നമുക്കിനി തൃശ്ശൂർ ജില്ലയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത, കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത സ്ഥാപിതമായത് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ, അതായത് ശക്തൻ തമ്പുരാൻ നഗർ എവിടെയാണ്? തൃശ്ശൂരാണ്. നീളം ചോദിച്ചു കഴിഞ്ഞാൽ 250 മീറ്ററിലെ സർക്കിളിലാണ് എന്തിരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത സ്ഥിതി ചെയ്യുന്നത്. ഈ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 8 കോടി രൂപയാണ് ഇത് നിർമ്മിക്കാനായിട്ട് ചെലവായത്. 4 വഴികളാണ് ഇതിനു വേണ്ടിയിട്ട്, 4 വഴികളുണ്ട്. അതേപോലെ തന്നെ 2 വാതിലുകൾ, 2 ലിഫ്റ്റ്, സെൻട്രലൈസ്ഡ് AC വിത്ത് കോഫി ഷോപ്പാണ് ഇതിന്റെ ചുറ്റിലും. അതായത് ഓരോ ചെറിയ കോഫി ഷോപ്പും അതേപോലെ തന്നെ ഫുള്ളി സെൻട്രലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആകാശപാത നിർമ്മിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിത് വായിച്ചും അതേപോലെ തന്നെ കണ്ടും ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ നേരിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ തൃശ്ശൂർ ജില്ലക്കാരെന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാതയാണ്, അതായത് ആകാശപാത സ്ഥാപിതമായത് ശക്തൻ തമ്പുരാൻ നഗറാണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത. നീളം 250 മീറ്റർ, നിർമ്മാണ ചെലവ് 8 കോടി രൂപയാണ്. 4 വഴികളാണ് ഇതിനുള്ളത്, 2 വാതിലുകളും 2 ലിഫ്റ്റും. സെൻട്രലൈസ്ഡ് ACയിലാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കോഫി ഷോപ്പ് ഇടയ്ക്കുണ്ട്. അതേപോലെ ഇത് ഏത് പദ്ധതി ആയിരുന്നു ഈ ഒരു ആകാശപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഈ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത നിർമ്മിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവാം. കുതിരാൻ ടണൽ. എൻ്റെ ദൈവമേ, ഈ ഒരു സംഭവം കാണാനായിട്ട് ഞങ്ങള് ഒത്തിരി തവണ പ്ലാൻ ചെയ്തു, അവസാനം പോയി കണ്ടു. അപ്പോൾ വളരെ ഗംഭീരമാണ്. കാരണം നമ്മൾ ഇതൊക്കെ ഒന്ന് പോയി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയി കാണേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ കുതിരാൻ ടണൽ എന്ന് പറയുന്നത്. അവിടെ പോയി നമ്മൾ ആ ഒരു ഈ പറയുന്ന 945 മീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. 14 മീറ്ററിലായിട്ട് കിടക്കുന്ന ഈ ഒരു പാതയിലൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പൊ അത് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, കുതിരാൻ ടണൽ, അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക പാതയാണ് കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത. അപ്പൊ അങ്ങനെ തന്നെ ഓർത്തു വെച്ചോ മക്കളെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് എന്തെന്ന് പറയുന്നത്?
കുതിരാൻ ടണൽ എന്ന് പറയുന്നത്. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ. NH 544 കുതിരാൻ പാത, അല്ലെങ്കിൽ കുതിരാൻ ടണൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയാണ് NH 544 കൊച്ചി സേലം. ഓക്കെ, കുതിരാൻ തുരങ്കത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 945 മീറ്റർ ആണ് കുതിരാൻ ടണലിന്റെ നീളം എന്ന് പറയുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നിൽക്കുന്ന ആ ഒരു പാത, അതിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ എന്താണ് കവർ ചെയ്തിട്ടുള്ള, അതേപോലെ ചെറിയ ലൈറ്റുകൾ, ഫുള്ള് ലൈറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഫാൻ പോലെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ അതിലൂടെ പോയി കഴിയുമ്പോഴാണ് ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കുതിരാൻ ടണൽ എന്ന് പറയുന്നത്. 945 മീറ്റർ ആണ് അതിൻ്റെ നീളം, 14 മീറ്റർ ആണ് അതിൻ്റെ വീതി. കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികൾ പ്രകൃതി കൺസ്ട്രക്ഷൻ ആണ് ആദ്യഘട്ടം നിർമ്മിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യഘട്ടം ഏതായിരുന്നു ചോദിച്ചാൽ പ്രകൃതി കൺസ്ട്രക്ഷൻ ആണ് ആദ്യഘട്ടം നിർമ്മിച്ചത്. അപ്പോൾ ആദ്യഘട്ടം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടം നിർമ്മിച്ചത് ആരാണ്? പ്രകൃതി കൺസ്ട്രക്ഷൻ ആണ് ആദ്യഘട്ടം, കുതിരാൻ ടണലിന്റെ ആദ്യഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം അവസാന ഘട്ടം KMC ഗ്രൂപ്പാണ് അവസാന ഘട്ടം. വേണമെങ്കിൽ ചോദിക്കാം, ഈ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുതിരാൻ ടണലിന്റെ നീളം 945 മീറ്റർ ആയിരുന്നു, വീതി 14 മീറ്റർ ആയിരുന്നു, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഇത് നിർമ്മിച്ചത് ആദ്യഘട്ടം പ്രകൃതി കൺസ്ട്രക്ഷൻ ആയിരുന്നു, അതേപോലെ അവസാന ഘട്ടം നിർമ്മിച്ചത് KMC ഗ്രൂപ്പ് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. അതേപോലെ തന്നെ എന്താണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാലും നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മൊത്തമായിട്ട് അങ്ങ് പഠിക്കുക. ഓക്കെ, കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2014 നിർമ്മാണം ആരംഭിച്ചത്. തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം പീച്ചിവാഴായിനി വന്യജീവി സങ്കേതമാണ്. ഈ ഒരു കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം ഏതാന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ചോദിക്കാം, പീച്ചിവാഴായിനി വന്യജീവി സങ്കേതം. അപ്പോൾ കുതിരാൻ തുരങ്കം കടന്നു പോകുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീച്ചിവാഴായിനിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് 544 എന്ത് ദേശീയപാത കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകുന്നത് കൊച്ചി സേലം. അതേപോലെ തന്നെ ഇതിന്റെ നീളം 945 മീറ്റർ, വീതി 14 മീറ്റർ. നിർമ്മിച്ച കമ്പനി ആദ്യഘട്ടമാണെങ്കിൽ പ്രകൃതി കൺസ്ട്രക്ഷൻ, അവസാന ഘട്ടമാണെങ്കിൽ മക്കളെ ഏതായിരുന്നു? അത് KMC ഗ്രൂപ്പ് ആയിരുന്നു. 2014 ഇതിലൂടെയാണ് ഇത് വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീച്ചിവാഴായിനി വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുന്ന ടണലാണ് കുതിരാൻ ടണൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മിൽമയുടെ ആദ്യ ഭക്ഷണശാലയായ മിൽമ റീഫ്രഷ് വെജ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. മിൽമയുടെ ആദ്യ ഭക്ഷണശാലയായിട്ടുള്ള മിൽമ റീഫ്രഷ് വെജ്, എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽമ റീഫ്രഷ് വെജ് എന്ന് പറയുന്നത് മിൽമയുടെ പ്രൊഡക്റ്റ് പാലുൽപ്പന്നങ്ങളെല്ലാം അവിടെ ഉണ്ടാകും. അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്തില്ല, അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാം ഫ്രാഞ്ചൈസി ആണ്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം, അവിടെ നിന്ന് പോകാം. പക്ഷെ ഇതവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോഫി ഷോപ്പോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലെ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു എന്താണ് മിൽമ റീഫ്രഷ് വെജ് ആണ്. അത് ആരംഭിച്ചത് തൃശ്ശൂരാണ്. ഓക്കെ, ഇനി 2023 ഇന്റർനാഷണൽ ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയാണ്. 2023 സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ ജില്ല തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ചെറുപട്ടണങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരം. 2024 സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. കാർഷിക സർവകലാശാലയിൽ അനാച്ഛാദനം ചെയ്തത് ഏത് കേരള മുഖ്യമന്ത്രിയുടെ പ്രതിമയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ, 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ അനാച്ഛാദനം ചെയ്തത് ഏത് കേരള മുഖ്യമന്ത്രിയുടെ പ്രതിമയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് C അച്യുതമേനോന്റെ ആണ്. ഏഷ്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂർ. യുനെസ്കോയുടെ ആഗോള വിജ്ഞാന നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമാണ് തൃശ്ശൂർ. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ISO സർട്ടിഫൈഡ്
ലഭിച്ച ആദ്യ ജില്ലയാണ് ഏത്? തൃശ്ശൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി, തൃശ്ശൂരാണ്. കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരള മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ നൈപുണ്യ മേഖലയിൽ ഏറ്റവും മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള അവാർഡ് സ്വന്തമാക്കിയ ജില്ലയാണ് തൃശ്ശൂർ. 18നും 20നും ഇടയിൽ പ്രായമുള്ളവരിൽ കുറ്റകൃത്യങ്ങൾ തടയുവാൻ വേണ്ടി തൃശ്ശൂർ സിറ്റി പോലീസ് ആരംഭിക്കുന്ന കൗൺസിലിംഗ് ബോധവൽക്കരണ പദ്ധതിയാണ് ഓപ്പറേഷൻ റിവൈവിംഗ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ റിവൈവിംഗ് അല്ലെങ്കിൽ ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂർ ജില്ലയാണ്. എന്താണ്? 18നും 20നും ഇടയിൽ പ്രായമുള്ളവര് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് അവരെ കൗൺസിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് ഓപ്പറേഷൻ റിവൈവിംഗ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ് ആണ്, കൊടുങ്ങല്ലൂര്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് ചാലക്കുടി, തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ നമസ്കാര ഹാള് നിലവിൽ വരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂരാണ്. കേരള സംസ്ഥാനത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യത്തെ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് ചാലക്കുടി, തൃശ്ശൂരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ആകാശപാത, ശക്തൻ തമ്പുരാൻ നഗർ, 250 മീറ്റർ, 4 വഴികൾ, 2 ലിഫ്റ്റ്, അമൃത് പദ്ധതി മുഖേനയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു കുതിരാൻ ടണൽ. അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക പാതയാണ് കുതിരാൻ തുരങ്കം. NH544 ആണ് കുതിരാൻ തുരങ്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത എന്ന് പറയുന്നത് കൊച്ചി സേലം. നീളം 945 മീറ്റർ, വീതി എത്രയാണെന്ന് ചോദിച്ചാൽ 14 മീറ്റർ ആണ്. ഇനി പ്രകൃതി കൺസ്ട്രക്ഷൻ ആദ്യഘട്ടവും അതേപോലെ KMC ഗ്രൂപ്പാണ് അവസാന ഘട്ടം. നിർമ്മാണം ആരംഭിച്ചത് 2014. ഏത് വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ചോദിച്ചാൽ പീച്ചി വാഴായനി വന്യജീവി സങ്കേതം. മിൽമ റീഫ്രഷ് വെജ്, അതായത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അവിടെ വെച്ച് തന്നെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു ആംബിയൻസ് ഉൾപ്പെടെ ഒരു റൂംസ് ഉള്ള സ്ഥലമാണ് മിൽമ റീഫ്രഷ് വെജ്. അതങ്ങനെയാണോ എന്നുള്ളത് നമ്മുടെ തൃശ്ശൂരിലെ ഉദ്യോഗാർത്ഥികളൊന്നും താഴെ കമന്റ് ചെയ്തേക്കാം, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, നമ്മൾ ഇത്രയും വായിച്ചും അതേപോലെ തന്നെ നോക്കിയിട്ടുള്ള അറിവും മാത്രമേ ഉള്ളൂ ഇത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ സൗഹൃദ സമേതം പദ്ധതി, അതേപോലെ തന്നെ കേരളത്തിലെ ഒന്നാമതെത്തിയത്, ഇന്ത്യയിൽ സമ്പത്തുള്ള ചെറുപട്ടണങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏതാന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് പോകാം. ഓക്കെ, പാലക്കാട് ജില്ല രൂപീകൃതമായത് 1957 ജനുവരി 1 പാലക്കാട് ജില്ല രൂപീകൃതമായത്. കരിമ്പനകളുടെ നാട്, ഏറ്റവും കൂടുതൽ PSC ബേസ് ലെവൽ ചോദിച്ച ചോദ്യമാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല താഴെ പറയുന്നവയിൽ ഏതാണ്? കരിമ്പനകളുടെ നാട്, അതേപോലെ തന്നെ കേരളത്തിന്റെ നെല്ലറ, കേരളത്തിന്റെ ധാന്യപുര, ഈ 3 വിശേഷണങ്ങളും PSC ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ LGS LDC എക്സാമുകളുടെ ജില്ലകളുമായി ബന്ധപ്പെട്ട ബേസ് ചോദ്യമായിരുന്നു കരിമ്പനകളുടെ നാട്, കേരളത്തിന്റെ നെല്ലറ, കേരളത്തിന്റെ ധാന്യപുര. നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഓക്കെ, അപ്പോൾ നിലക്കടലയും അതേപോലെ തന്നെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല, ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാ? പാലക്കാട്. കാളപൂട്ട് ഉത്സവം ആഘോഷിക്കുന്ന ജില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലത്താണ്, നമുക്കറിയാം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം നമുക്കറിയാം, അതായത് ചീവീടുകളില്ലാത്ത വന്യ ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. അവിടെ ചീവീടുകളില്ലാത്തത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിച്ചത്? സൈലന്റ് വാലി എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് മൃഗമാണെന്ന് ചോദിച്ചാൽ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയിലാണ്. ആ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ
അവിടെ എന്താണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം, അതായത് ആഞ്ഞിലിച്ചക്ക എന്ന് നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള ആഞ്ഞിലിച്ചക്കയില്ലേ, ആ ആഞ്ഞിലിച്ചക്കയുടെ എന്താണ് കൂടുതലായിട്ട് ആഞ്ഞിലിച്ചക്ക ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, ഈ പറയുന്ന സിംഹവാലൻ കുരങ്ങുകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് സൈലന്റ് വാലി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയാണ്? അതേപോലെ തന്നെ എന്നാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്? രണ്ടേ രണ്ട് ചോദ്യം. അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യമാണ്, സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണ് എന്നാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? രണ്ടേ രണ്ട് ചോദ്യം. നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ മറ്റുള്ളവർ പറയുന്ന പോലെ ഒന്നും ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ കണ്ടില്ല കേട്ടോ ആർക്കും റാങ്ക് ഫയൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഗിഫ്റ്റ് ആദ്യം അയക്കുന്ന 5 പേർക്ക് നമ്മൾ എന്ത് ചെയ്യും, അതായത് കണ്ടിന്യൂസ് ആയിട്ട്, നമുക്ക് അത്ര വലിയ ചാനലോ വലിയ സംഭവങ്ങളോ ഒന്നും അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ ഒരേപോലെ അയക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ആദ്യമായിട്ട് വരുന്നവർക്ക് നമ്മളത് കൊടുക്കും ഉറപ്പായിട്ടും. ഓക്കെ, നമുക്ക് നേരെ അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. പാട്ടുഗ്രാമം. എന്താണ് പാട്ടുഗ്രാമം? 2023 പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് വാൽമുട്ടി ചിറ്റൂർ എന്ന് പറയുന്നത്. വാൽമുട്ടി ചിറ്റൂർ, അതായത് ഒരു ഗ്രാമത്തിൽ 65ഓളം വീടുകൾ, ഈ 65 വീടുകളിൽ 100ഓളം ആളുകളും താമസിക്കുന്നു. ആ 100 ആളുകളും അത്രത്തോളം ഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ കലകളും അവതരിപ്പിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ നഗരസഭ തന്നെ എന്ത് ചെയ്തു, ആ ഗ്രാമത്തെ ഒരു വിശേഷണം നൽകി, അവിടുത്തെ ഒരു പദവി നൽകി അവരെ ആദരിച്ചു. അതാണ് പാട്ടുഗ്രാമം എന്ന്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഏകദേശം 65ഓളം വീടുകളിലുള്ള, അതിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് 100ഓളം ആളുകൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കല, പാട്ടാവാം, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കലകളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവർക്ക് അത്രത്തോളം കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നഗരസഭ ആ ഒരു ഗ്രാമത്തെ പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 2023 പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ അതാണ് വാൽമുട്ടി ചിറ്റൂർ. അപ്പോൾ നമ്മുടെ പാലക്കാട് ഈ പറയുന്ന ചിറ്റൂര് പാട്ടുഗ്രാമം നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടേക്ക് ഉള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു വിശേഷണം. അങ്ങനെയാണ് അതിനെ പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് കമ്പാലത്തറ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഈ കമ്പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച്. അതായത് സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് കമ്പാലത്തറ. കമ്പാലത്തറ നമുക്കറിയാം, ഒടിയൻ മൂവി എല്ലാവരും കണ്ടേക്കണായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ലാലേട്ടൻ ആ മഞ്ജു വാര്യരായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലം, അതേപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് മറ്റേ കുറെ കരിമ്പനകളുടെ സൈഡിലൂടെ ചാടി വരുന്നത്, ഇതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് കമ്പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഫുൾ പച്ചപ്പും അതേപോലെ തന്നെ കരിമ്പനകളും നിറഞ്ഞു നിൽക്കുന്ന വളരെ ഗംഭീരമായിട്ടൊരു സ്ഥലമാണ് കമ്പാലത്തറ എന്ന് പറയുന്നത്. അതെന്താ ചോദിച്ചാൽ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് കമ്പാലത്തറ. കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത് പാലക്കാടാണ്. 2023 സംസ്ഥാനത്തെ ആദ്യ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ഷോളയൂർ പോലീസ് സ്റ്റേഷനാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ഷോളയൂർ പോലീസ് സ്റ്റേഷൻ. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല. ഓക്കെ, പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പാലക്കാട്. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ്. ഉദ്ഘാടനം ചെയ്തത് പി രാജീവ്, വ്യവസായ മന്ത്രി പി രാജീവാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു മാർക്ക് നമുക്ക് കിട്ടാം, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്ന അതേപോലെ തന്നെ ഗ്രാഫീൻ, അതേപോലെ മറ്റ് നാനോ വസ്തുക്കൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള വ്യാവസായിക യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഒറ്റപ്പാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രാഫീൻ, മറ്റ് നാനോ വസ്തുക്കൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള വ്യാവസായ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് ഒറ്റപ്പാലത്താണ് നിലവിൽ വരുന്നത്. നമുക്കറിയാം ഗ്രാഫൈറ്റിൻ്റെ അതായത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് എന്തെന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന കാർബണിനെ ത്രീ ഡയമെൻഷനിൽ ഉള്ള ഒരു ഇതാണ് ഈ പറയുന്ന ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ 2D വേർഷനാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കെമിസ്ട്രിയും അതേപോലെ തന്നെയുള്ള ക്ലാസ്സുകളിൽ സംസാരിക്കാം. സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ ശേഷിയുള്ള ഹൈഡ്രനേറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വരുന്നത് ചിറ്റൂർ, പാലക്കാടാണ്. അതേപോലെ ചേറാട് കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബു എന്ന യുവാവിനെ രക്ഷപ്പെടുത്താൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാലക്കാട്. ഓക്കെ, അപ്പോൾ എന്താണ്, ചേറാട് കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബു എന്ന യുവാവിനെ രക്ഷപ്പെടുത്താൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാലക്കാട്. അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ സ്കൂൾ സീനിയർ ബേസിക് സ്കൂളാണ് കേട്ടോ. ആദ്യ സ്കൂളാണ് സീനിയർ ബേസിക് സ്കൂൾ, ഓലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ സീനിയർ ബേസിക് സ്കൂളാണ് അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നത്. ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും സർ അതേപോലെ തന്നെ മാഡം, സറും മാഡം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മാത്തൂർ. നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും സർ മാഡം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ജീവാണു ജൈവ വള നിയന്ത്രണശാല നിലവിൽ വന്നത് പട്ടാമ്പി, പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ ജീവാണു ജൈവ വള നിയന്ത്രണശാല നിലവിൽ വന്നത് പട്ടാമ്പി, പാലക്കാട്. ചോദിക്കാൻ ചിലപ്പോൾ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ജൂണിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഷൊർണൂറാണ്. പ്രതിമകൾ എപ്പോഴും PSCക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ചോദിക്കാം. എന്താണ് 2022 ജൂണിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഷൊർണൂറാണ്. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അട്ടപ്പാടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് അട്ടപ്പാടി. 78ാമത്തെ താലൂക്കാണ് ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്കായിട്ടുള്ള അട്ടപ്പാടി എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മില്ലറ്റ് കഫേയാണ് അട്ടപ്പാടി. അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മില്ലറ്റാണ് കഫേ അട്ടപ്പാടി. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തും ഏത് തന്നെയാണ്? നമ്മുടെ അട്ടപ്പാടി തന്നെയാണ്. അതേപോലെ പ്രഥമ ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? നമ്മുടെ അട്ടപ്പാടി തന്നെയാണ്. എന്തിന്? നമ്മുടെ പ്രഥമ ദേശീയ ഗോത്ര. അപ്പോൾ പ്രഥമ ദേശീയ ഗോത്ര ചലച്ചിത്രോത്സവത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തിന്? പ്രഥമ ദേശീയ ഗോത്ര ചലച്ചിത്രോത്സവത്തിന് വേദിയായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് നമ്മുടെ ഈ പറയുന്ന അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ, അതായത് ഈ 3 ജില്ലകളിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. കാരണം അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോന്നും പറഞ്ഞ് പഠിച്ച് റിവിഷൻ ചെയ്താണ് പോണത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒറ്റ പ്രാവശ്യമെങ്കിലും ഫുള്ളായിട്ട് കേൾക്കുക. അതിനുശേഷം ഈ നോട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSCയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പോളിന് വേണ്ടി വരിക. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പോളും കൂടി കംപ്ലീറ്റ് ആയ ശേഷം ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് സെറ്റാക്കാനായിട്ട് പറ്റും. ഇനി മക്കളെ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. അതായത് ബേസ് ഇല്ല, ഇംഗ്ലീഷ് മാത്സ് മലയാളം ടഫാന്നൊക്കെ കുറേ ഉദ്യോഗാർത്ഥികൾ എനിക്ക് കുറച്ച് മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി ആളുകൾ പറഞ്ഞിരുന്നു, സാറേ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ കൃത്യം 4 മണിക്ക് രാവിലെ 4 മണി മുതൽ
7 മണി വരെ നമ്മൾ വേണമെങ്കിൽ ലൈവ് വയ്ക്കും. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് സമയത്ത് 4 മണി ടു 7 മണി അല്ലെങ്കിൽ 7 ടു 9 ഒരു ലൈവ് വയ്ക്കാം. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 5 ടു 8 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലൈവ് വയ്ക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബേസ് എന്ന് പറയുന്ന ഒരു സാധനം, നിങ്ങൾ ആകെ ഒരു 5 ക്ലാസ് നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട ബേസ്, അതായത് PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ബേസ് എന്ന് പറയുന്നത്, അതായത് ഏതൊരു എക്സാം എഴുതുമ്പോഴും നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ശരിക്കും അത് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശരിയാക്കണം. ഓക്കെ, അപ്പോൾ അത് തെറ്റിച്ചിട്ട് നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏത് കാര്യം ശരിയാക്കിയിട്ടും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അത് റിവിഷൻ ചെയ്യുക പക്ക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. കാരണം ഞാൻ പഠിക്കുന്നുണ്ട്, അതേപോലെ എന്തുണ്ട്, ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ അതിൻ്റെ എക്സാം എഴുതുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് 9 മണിക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളിത് പഠിച്ചോ എന്നുള്ളത്. അല്ലാതെ നിങ്ങളല്ല അത് അറിയുന്നത് ഇനി ഇത് ഞാൻ പഠിച്ചില്ല. ഇന്ന് വൈകുന്നേരം കൃത്യം 9 മണിക്ക് ടെലഗ്രാമിൽ വരുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ അകത്ത് എല്ലാം പോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിൽ തന്നെ ആദ്യം നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുക, എന്നെ കൊണ്ട് അത് പറ്റുമെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് മുന്നോട്ടേക്ക് അങ്ങ് പോവുക. പഠിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാണ് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി അതിൻ്റെ അകത്ത് വരുന്ന എന്ത് പ്രതിസന്ധികളാണെങ്കിലും നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയിരിക്കും. ഇനി അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങളാരെയും ഞാൻ കണ്ടിട്ടില്ല, അതേപോലെ തന്നെ എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല. പക്ഷെ ഓരോ ദിവസവും നിങ്ങളോടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത് കൂടിയിട്ടുള്ളൂ, ഒരിക്കലും കുറഞ്ഞിട്ടില്ല. കാരണം ഒട്ടും വയ്യെങ്കിൽ പോലും എനിക്ക് ക്ലാസ് ഇടാതിരിക്കാൻ പറ്റാറില്ല. കാരണം നിങ്ങളുടെ അടുത്ത് കാരണം ഞാനൊരു വാക്ക് പറഞ്ഞു, നമ്മളിത് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഇത് ഗംഭീരമായിട്ട് പഠിച്ച് നമ്മളൊരു റാങ്കിൽ വന്നിരിക്കും, അതിനെനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, നമ്മൾ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ ആയിരിക്കണം നിങ്ങളും. നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, നമ്മൾ മുന്നോട്ടേക്ക് പോവുക, നമ്മുടെ സ്വപ്നം അത് നേടിയെടുക്കുക. നമ്മൾ നിരന്തരം എന്ത് ചെയ്യുക, നമ്മുടെ ആ സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ഊട്ടി ഉറപ്പിക്കുക. എന്നെ കൊണ്ട് പറ്റും, ഞാനിത് നേടും, ഞാനിത് നേടുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള എല്ലാ പ്രയാണങ്ങളും. അങ്ങനെ തന്നെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ അടുത്ത് പരമാവധി സംസാരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക. പഠനം എന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ പഠനം മാത്രമുള്ളൂ. ഇനി അതിൻ്റെ അകത്ത് വേറെ ഒരു ചിന്തകളും പാടില്ല. എന്തെങ്കിലും ഭയങ്കര ടെൻഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ടും ഞാൻ അതിനെല്ലാം റിപ്ലൈ തരാറുണ്ട്. നമ്മുടെ ഇപ്പോൾ ടെലഗ്രാമിലാണെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെസ്സേജ് തരാറുണ്ട്. നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസിനും കൃത്യമായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അതിന് റിപ്ലൈ തരാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റിപ്ലൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരുന്ന മക്കളെ പഠിക്കരുത്, ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവരും കിടിലമായി തന്നെ പഠിച്ചു പോവുക. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു. അപ്പോൾ നാളെ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.